ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ തൃശ്ശൂർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു രാത്രിയിൽ. ഒരു പയ്യനായിരുന്നു, ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി വിശേഷങ്ങൾ ഞാൻ പുറകെ പറയാം. വാ മോനെ, വാ. നമസ്കാരം. അപ്പോൾ ഇജാസ് എന്നാണ് നമ്മുടെ ഈ ഒരു പയ്യൻ്റെ പേര്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു 9 മണിയായപ്പോഴത്തേക്കും ഇവൻ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ആണ് വിളിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ ഒരു സംരംഭം എന്ന് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ നേരെ തൃശ്ശൂരിൽ ഒന്നും നോക്കില്ല, നേരെ തൃശ്ശൂരിലേക്ക് അങ്ങ് എത്തി. അവൻ്റെ ആ ഒരു സംരംഭത്തിൽ എത്തിയിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത്. ഈ ഒരു പ്രായത്തിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ മാവേട്ടും കല്ലേട്ടൊക്കെ തെങ്ങേട്ടൊക്കെ എറിഞ്ഞു നടന്ന ടൈമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു ബിസിനസ്. 9ാം ക്ലാസ് ആയിട്ടുള്ളൂ. എത്ര വയസ്സുണ്ട്? 14 വയസ്സിലാണ് അവൻ ഈ ഒരു സംരംഭത്തിൽ ഒരു ഭാഗമായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം പറയാം, തുടക്കം തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഇജാസ് മോനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം ഇത്രയും ചെറിയൊരു പ്രായത്തിലൊരു നല്ല കാര്യം ചെയ്യാന്ന്, അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ചേട്ടാ നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് നൗഫൽ. അപ്പോൾ നമ്മുടെ ഇജാസ് മോൻ്റെ ആരാണ്? ഇജാസ് മോൻ്റെ വാപ്പാന്റെ സുഹൃത്താണ് ഞാൻ. അദ്ദേഹം ഒരു ഇങ്ങനെ ഇവന്റെ അഭിപ്രായ പ്രകാരം ഒരു പുതിയ പരിപാടി സംരംഭം പുള്ളിയുടെ വാപ്പയോട് പറഞ്ഞിങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാന്നുള്ള വേണ്ടി ഒന്ന് നമ്മൾ കൂടെ കൂടിയതാണ്. അതായത് പുള്ളി സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൊച്ചു പയ്യനാണ്, ആവശ്യമായ സാധനങ്ങൾ. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടാ മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കത്തോലുമില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ കളിച്ചും ചിരിച്ചൊക്കെ നടക്കണമെന്നാണ്. അപ്പം ഇവൻ ബിസിനസ് എന്നൊരു കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളുടെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു ആ ഒരു റിയാക്ഷൻ? തീർച്ചയായും നമുക്ക് അവരുടെ ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഇത്ര ഒരു അഭിപ്രായം കേട്ടപ്പോൾ നമുക്കും വളരെ താല്പര്യം തോന്നി. കാരണം ഒരു രാസവളങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു രീതിയെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ ജൈവവളത്തിലേക്ക് തിരിച്ചു പോവുക, മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാത്തായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജൈവവളത്തിന്റെ സംരംഭം തുടങ്ങുന്നതാണ്. അപ്പോൾ തീർച്ചയായും നമുക്കും തന്നെ അതിൽ വളരെ സന്തോഷം തോന്നി. ഇതെന്തോ സംഭവം? ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. കണ്ടേ, ഒന്ന് കാണിച്ചു കൊടുത്തടാ. കണ്ട, നല്ല അടിപൊളി വേപ്പിൻ പിണ്ണാക്കും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ എല്ലുപൊടി, എല്ലുപൊടിയാണ്. കണ്ടോ, അതെ, നല്ല അടിപൊളി എല്ലുപൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നല്ല വിലക്കുറവിലാണ് കേട്ടോ നമ്മുടെ ഇജാസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വില ഭയങ്കര കുറവാണ്. നമ്മുടെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ചാണാപ്പൊടി കണ്ട, ചാണാപ്പൊടി ഉണ്ട്. കണ്ട, അതേ കാണിച്ചു കൊടുത്തേ. കണ്ട, ചാണാപ്പൊടി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോഴിവളം, ഇതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ്. നമ്മുടെ ജൈവ കൃഷിക്കൊക്കെ ഉപകാരപ്പെടുന്ന സാധനമാണ്. നമ്മുടെ കോഴിവളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആട്ടിൻ വളം, ഇവിടെ ആടിൻ്റെ ആണ് കേട്ടോ, ആട്ടിൻ കാഷ്ടത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വളമാണ്. ആട്ടിൻ വളമുണ്ട്. ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ട്. കണ്ടോ, ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ട്. കണ്ടോ, നല്ല അടിപൊളി ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബാരൽസിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? അപ്പോൾ എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു പ്രതികരണം? കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു പയ്യൻ തുടങ്ങാന്നൊക്കെ പറയാൻ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ആൾക്കാർ, ജനങ്ങൾ എങ്ങനെയുണ്ട്, ഏറ്റെടുത്തോ? തീർച്ചയായും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കർഷകരുടെ നല്ല സപ്പോർട്ട് ഉണ്ട്. കാരണം ഇന്ന് പഴയ കാലത്തെ പോലെയല്ല, ജൈവവളങ്ങൾ നമ്മുടെ സാധാരണ എല്ലാ നോർമൽ ജൈവവളങ്ങൾക്ക് പുറമെ നമ്മുടെ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയും അതേപോലെ തന്നെ ഫോളിയർ സ്പ്രേ വഴിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന എല്ലാ അത്യാധുനിക വളങ്ങളും അതും പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നതുണ്ട്. ഇവിടെ 2 തരം കമ്പോസ്റ്റുകളും കൂടെ ഉണ്ട്. ജൈവ കമ്പോസ്റ്റ്, ബയോ കമ്പോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് പറഞ്ഞ വെർമി കമ്പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിനേക്കാളൊക്കെ സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഈ എല്ലാ സാധാരണ കർഷകർക്കും അല്ലെങ്കിൽ സാധാരണ വീട്ടമ്മമാർക്കും നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ വളങ്ങൾ കൂട്ടേണ്ട ഒരു റാഷിയോ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല, അനുപാതം അറിഞ്ഞോളന്നില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായ അനുപാതത്തിൽ നമ്മൾ ചേർത്ത ഒരു സൂപ്പർ ഗ്രീൻ മീൽ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ വളം. നമ്മുടെ സ്പെഷ്യലാണ്. ഇതിൽ ഒരു ചെടിക്ക് ആവശ്യമായ എല്ലാ വളങ്ങളും അതിനാവശ്യമായ അനുപാതത്തിൽ ചേർത്ത് വെച്ചതാണ്. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. ഉറപ്പാണ്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആൾക്കാർ ഷെയർ ചെയ്യും. തീർച്ചയായും സാധാരണഗതിയിൽ നമ്മുടെ ജൈവ വളങ്ങൾക്ക് കിട്ടാവുന്ന റിസൾട്ട് 1 മാസം മുതൽ 3 മാസത്തിനുള്ളിലാണ്. ഈ 3 മാസത്തിനുള്ളിൽ എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. ചേട്ടാ, ഇവിടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഇല്ലെന്നുകൊണ്ട് ഈ കുപ്പിയിലൊക്കെ വെച്ചിരിക്കുന്നത് എന്തുവാ? കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. ഇത് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെ. ഇതൊന്നും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ല. അതേസമയം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ച റിസൾട്ട് കിട്ടുന്ന ജൈവവളങ്ങളാണ്. മാത്രമല്ല കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് പോലെ ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളത്തിലൂടെ അതേപോലെ തന്നെ നേരിട്ട് മണ്ണിൽ അതുപോലെ തന്നെ ഫോളിയർ സ്പ്രേ വഴിയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് വാഴ കൃഷി ചെയ്ത് വാഴ കുലച്ചതിന് ശേഷം പഴം നല്ല ഉഷാറായിട്ട് വരാൻ വേണ്ടി, വാഴക്കൊല ഏറ്റവും നല്ല ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പൊ ചേട്ടാ, നമ്മുടെ ഈ ഒരു സംരംഭത്തിന്റെ ലൊക്കേഷൻ എവിടെയാണ്?
ലൊക്കേഷൻ എല്ലാവർക്കും കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി കേരളത്തിന്റെ ഒരു കാർഷിക ഹബ്ബാണ്. മണ്ണുത്തി സെന്ററിൽ നിന്ന് ചിറക്കേക്കോട് റോഡിൽ 2 കിലോമീറ്റർ മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം. അപ്പം നമ്മൾ ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ തുടങ്ങിയിട്ടുണ്ടോ? നമ്മുടെ നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്ലാന്റേഷൻസ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അതുകൊണ്ട് ഈ ഫെർട്ടിലൈസേഴ്സിന്റെ പുറമെ നമ്മൾ പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു റംബൂട്ടാൻ, റബ്ബർ. ഓക്കെ, അതെ. അതായത് നമ്മുടെ നാട്ടിൽ നിലവിൽ ഓൾറെഡി പോപ്പുലർ ആയതും അതുപോലെ തന്നെ ഇപ്പോ എക്സോട്ടിക് ആയിട്ട് വന്ന പല പഴവർഗ്ഗങ്ങളും ഇവരുടെയൊക്കെ ഫലവൃക്ഷ തോട്ടങ്ങൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അത് മിക്സഡ് ആയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്, സിംഗിൾ ക്രോപ്സ് ആയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവരുടെ നമ്പർ പലതവണയായിട്ട് സ്ക്രീനിൽ പോയിട്ടുണ്ട്. നമ്മളെ വേണം ഇതേപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ, അതേപോലെ നമ്മുടെ കൊച്ചു പയ്യനാണ്, അവൻ്റെ ഈ ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ സ്ക്രീനിൽ നമ്പർ പലതവണയായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വളവോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാൻ സാധിക്കുന്നതാണ്. അവരത് കൊറിയർ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അല്ലേ ഏട്ടാ? നമ്മൾ പാർസലായിട്ട് എത്തിക്കാൻ പറ്റുന്ന ആവശ്യമായ ക്വാണ്ടിറ്റി എടുക്കുന്നവർക്കൊക്കെ പാർസൽ എത്തിച്ചു കൊടുക്കാം. അതായത് ഹോൾസെയിൽ വിലക്കാണ് ഇവർ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് അല്ലേ ഏട്ടാ? അതായത് മാർക്കറ്റിൽ അവരവരുടെ സ്വന്തം നാട്ടിൽ ഹോൾസെയിൽ വിലക്കും കിട്ടാത്ത രൂപത്തിൽ ഇവിടുന്ന് റീറ്റെയിൽ തന്നെ കിട്ടും. അതായത് നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജൈവ കൃഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വില കുറവ്, ഹോൾസെയിൽ കടയിൽ കിട്ടുന്നതിനെക്കാട്ടി വില കുറവിൽ ഇവർ കൊടുക്കും. ഇവിടെ റീറ്റെയിൽ തന്നെ കിട്ടും. ഹോൾസെയിൽ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, അത് അതിനേക്കാളും കുറവാണ്, നല്ല വില കുറവാണ്. നിങ്ങൾ അടുത്തുള്ള കടയിൽ തിരക്കിയിട്ട് എന്തായാലും ജാസ്മോനെ വിളിച്ച് തിരക്കുക. അപ്പൊ ജാസ്മോനെ സന്തോഷമായില്ലേ? ഞാൻ വന്നല്ലോ, വീഡിയോ എടുത്തല്ലോ, ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ എന്തായാലും നിന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ പലതവണ സ്ക്രീനിൽ പോയിട്ടുണ്ട്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.